ഗൈസ്, ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ ഒരു മോർണിംഗ് ഡേ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്നും രാവിലെ ഒരു 6 മണിക്ക് എണീക്കും. എന്നിട്ട് ഇതേപോലെ നടക്കാൻ വേണ്ടി പോട്ടെ. ഇപ്പം നല്ല സ്പീഡിലാണ് നടക്കും. കൈപ്പിൻ്റെ ഒപ്പം എത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അതിന് മുന്നിൽ നടക്കും, ഞാൻ ബാക്കിൽ നടക്കും. ഇപ്പോൾ സമയം ഒരു 7 മണിക്കാവണം കേട്ടോ. പക്ഷെ എപ്പോഴും ചന്ദ്രൻ പോയിട്ടില്ല. പിന്നെ അതേപോലെ കുറേ ആൾക്കാർ ഡ്യൂട്ടിക്കും കാര്യങ്ങളൊക്കെ പോകണം. പിന്നെ ഞാൻ രാവിലെ 6 മണിക്ക് എണീക്കുന്നതാണ്. എൻ്റെ മകൾ അന്തമുട്ടിട്ടുണ്ടോ? അയ്യോ, എൻ്റെ മോൾ 6 മണിക്കൊക്കെ എണീറ്റോ. കാരണം ഞാൻ നിസ്കരിച്ച് കടന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എണീക്ക് ഓഫീസിൽ പോകേണ്ട ഒരു ½ an hour മുന്നേ അങ്ങനെയൊക്കെ ആയിട്ടാണ് ഞാൻ എണീക്കാറ്. അപ്പം എൻ്റെ അമ്മക്ക് ഭയങ്കര, പിന്നെ സൺഡേ സാറ്റർഡേ ആണെങ്കിൽ പിന്നെ പറയണ്ട 10-12 മണി വരെ ഉറങ്ങും. ഞാനിപ്പോൾ അങ്ങനെ പോകുന്നു. ഞങ്ങൾ വഴി വെച്ച് ഞങ്ങൾ അടിച്ച് പിരിഞ്ഞു. ഞങ്ങൾ എന്തൊരു കാര്യത്തിന് വേണ്ടി ഞങ്ങളോട് സംസാരിച്ചിട്ട് ഞങ്ങൾ തെറ്റിയിട്ടു. ചെറുതായിട്ടാണ് ഇതൊന്ന് കുറച്ച് കഴിഞ്ഞാൽ കൊണ്ടുവന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ആ കാണുന്ന സിഗ്നൽ ഉണ്ടല്ലോ, അവിടുന്ന് റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് എത്തും. അതുപോലെ തന്നെ ഈ ഒരു ബ്രിഡ്ജ് കയറി കഴിഞ്ഞാൽ എത്തും. പക്ഷേ ഞാൻ ഈ ബ്രിഡ്ജ് കയറിയിട്ടാണ് കേട്ടോ പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഈ ഒരു വ്യൂ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. നല്ല അടിപൊളി ഒരു വ്യൂ ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ ഒരു ഇത് കയറിയിട്ടാണ് ഞാൻ അധികം പോകല്. ഈ ഒരു ബ്രിഡ്ജ് കയറി പോകണ്ടായിട്ടോ ഞങ്ങൾ തെറ്റിയത് കേട്ടോ. അപ്പോൾ തെറ്റിയെന്ന് പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര പ്രശ്നമൊന്നുമില്ല. ജസ്റ്റ് അതിന് ഒന്നും നമ്മൾ തന്നെ ആവില്ല അത്ര ഉണ്ടായിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇത് കണ്ടോ, ഈ ഒരു സൈഡ് കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷെ മരങ്ങളുള്ളതുകൊണ്ട് എനിക്ക് അവിടെ കാണാൻ പറ്റാത്തത്. ഞാൻ അതെന്തെങ്കിലും നേരിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ ഒരു പഴയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇത് നല്ല കാണാൻ നല്ല അടിപൊളിയാണ്. ഇതിൻ്റെ മുകളിൽ എയറോപ്ലെയിൻ പോകുന്നുണ്ട്, താഴെ കൂടെ ബോട്ട് പോകുന്നുണ്ട്. പിന്നെ ഈ ഒരു സംഭവം ഇത് രാത്രി കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഈ ബോട്ടിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ഫുഡും കാര്യങ്ങളും പാർട്ടിയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഈ ഒരു ബോട്ടിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. നല്ല അടിപൊളിയാണ്. പിന്നെ അയ്യൂബ് ഇതവിടെ മാരക എക്സസൈസ് ആണ് കേട്ടോ. ഇതൊരു ഓപ്പൺ ജിമ്മാണ്. അപ്പോൾ ഞാൻ അയ്യൂബ് അവിടെ പുഷപ്പൊക്കെ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ മെല്ലെ പോയെടുത്തതാണ് കേട്ടോ. ഇതിപ്പോൾ കണ്ടുകഴിഞ്ഞതിനൊന്നും സമ്മതിക്കൂല. പക്ഷെ ഞാൻ വെറുതെ പോയിട്ട് അങ്ങനെ എടുത്തതാണ്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണ്ട വീഡിയോയിൽ അതിന് വേണ്ടി എടുത്തതാണ് കേട്ടോ. പിന്നെ വെച്ചാൽ ഞാൻ ഒരു വീട്ടിൽ നിന്ന് പോകുന്ന ഇവിടെ എത്തുന്ന വരെയോട്ടോ നടക്കുക. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഞാൻ നടക്കൂല. എല്ലാവരും ഇവിടെ എത്തിയാലും നടക്കുക, ഞാൻ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നടക്കൂലേ. ഇതാണോ ഇതെന്താ സംഭവം എന്നല്ല എനിക്ക് മനസ്സിലായില്ല. ലൈബ്രറിയിൽ വെച്ച പൈപ്പ് പറഞ്ഞു ചരക്ക് ബോട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഇതെന്താ അറിയണവരൊന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പം അങ്ങനെ വീണ്ടും അങ്ങനെ ഞാൻ വെറുതെ ഇവിടെ എക്സസൈസ് ചെയ്യുന്ന സമയം കൊണ്ട് ഞാനിങ്ങനെ ഇവിടെയൊക്കെ ഇങ്ങനെ കറങ്ങി ഇങ്ങനെ കാണാൻ കേട്ടോ. ഞാൻ നല്ലോണം ഇതായിട്ട് നടക്കും, ഓടും അങ്ങനെയൊന്നുമില്ല. ഞാൻ മെല്ലെ ഇങ്ങനെ നടക്കും, ജസ്റ്റ് ഒരു ഫ്രീ ആയിട്ട്. ഞാൻ ഒന്ന് മൈൻഡൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് കേട്ടോ ഈ രാവിലെ നടക്കാനൊക്കെ വരുന്നത്. അപ്പം ഞങ്ങൾ ഇന്നും കാണുന്നൊരു കാഴ്ചയാണിത്. ഇത് കണ്ടോ ഒരാൾ തലകുത്തിയിട്ടൊക്കെ നിൽക്കണം. ഞാനൊക്കെ നിൽക്കുന്നത് തലകുത്തി വീണിട്ടുണ്ടാവും. ഇത് എന്തോ ഒരു എക്സസൈസാണ്. ഞാൻ എപ്പോഴും ചോദിക്കുക ഇത് എന്താണെന്ന്. അപ്പം അങ്ങനെ അറ്റ് ലാസ്റ്റ് ഞങ്ങൾ ഇന്ന് ഇത് അവിടെ പോയി ചോദിച്ചു എന്താ സംഭവം എന്ന്. അപ്പം ആളാണ് അതിൻ്റെ കോച്ച്. ഇത് എയറോബിക്സ് ആണ്. ഇതിൻ്റെ 60 ദിർഹംസോ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പേയ്മെൻറ്റ് വരുന്നത്. രാവിലെ 6 മണി മുതൽ 8 മണി വരെയാണ് കേട്ടോ. ഇത് കണ്ടോ ദുബായ്, ഇത് ബുർജ് ഖലീഫയാണ്. അതുപോലെ ഈ കാണുന്നത് ദുബായ് ഫ്രെയിമാണ്. ഇത് രണ്ടും ഒരു ഫ്രെയിമിൽ ഇരുന്നാൽ കാണാൻ പറ്റും കേട്ടോ. ഈ ഒരു കാരണം കൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് നടക്കാത്തത്. ഇങ്ങനെ കാഴ്ചകളും കണ്ട് ഞാൻ ഇങ്ങനെ ഇരിക്കും. നല്ല രസം അവിടെ ഇങ്ങനെ ഇരിക്കാൻ കേട്ടോ. അതിൻ്റെ ഇടയിലാണ് ഒരാളിത് എല്ലാവരും മുന്നോട്ട് നടക്കണം, ഇയാളിത് പുറകോട്ട് നടക്കണം. ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇത് തോന്നിയിട്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. അപ്പം അങ്ങനെ അയ്യൂബ് പറഞ്ഞു പോകാൻ ടൈമായ ഇവർക്ക് ഒരു 9 o'clock ഒക്കെ ആകുമ്പോൾ ഡ്യൂട്ടിക്ക് പോകണം. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും എന്ത് ചെയ്തു, വേഗം തിരിച്ച് റൂമിക്ക് വേണ്ടി തിരിച്ചു പോകാമെന്നുള്ള പ്ലാനിൽ ഞങ്ങൾ തിരിച്ചു പോകുന്നു കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിലാണ് ഈ ഒരു സംഭവം കണ്ടത്. ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്, പക്ഷേ ഇന്നാണ് ഇതെന്താ സംഭവം എന്നുള്ളത് ഞാൻ ചോദിച്ചറിഞ്ഞത് കേട്ടോ. ഈ ഒരു സംഭവം അതുപോലെ ആ സോണിലേക്ക് എപ്പോഴും കാണാറുണ്ട്. ചോദിക്കാൻ നമുക്കൊരു എന്തോ ഒരു മടി പോലെ ഇനി. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇതൊരു ചൈനീസ് എന്തോ ഒരു സംഭവമാണ്. നമുക്ക് അങ്ങനെ പേരൊന്നും അറിയില്ല ഇതിൻ്റെത്. പക്ഷെ ഇവരിങ്ങനെ ചെയ്യുന്ന കാണാനൊക്കെ നല്ല രസമാണ് കേട്ടോ. ഇതിൽ ആർക്കും വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. ആ ഫ്രണ്ടിൽ നിൽക്കുന്ന ആളാണ് കേട്ടോ ഇതിൻ്റെ ഒരു കോച്ച് എന്നൊക്കെ പറയണ പോലത്തെ ആള്. ഇതിൽ എല്ലാവിധ രാജ്യക്കാരും ഇതിൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിൽ ചെയ്യുന്ന കാണാൻ ഭംഗി ഇവരൊക്കെ ചെയ്യുന്നത് ചൈനീസ്, കൊറിയൻസ് അവരൊക്കെ ചെയ്യുന്ന കാണാനാണ് കേട്ടോ ഇത് ഭംഗിയുള്ളത്. ആ ഫ്രണ്ടിൽ നിൽക്കുന്ന അമ്മച്ചൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ ചെയ്യണത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ കുറേ നേരം നോക്കിയത്. ഇപ്പം ഇങ്ങനെ പറയാണ്ട് ലേറ്റ് ആവുകൊണ്ട് എന്നിങ്ങനെ പറയണ്ട. പക്ഷെ എനിക്കായിട്ട് ഇത് കണ്ടിട്ട് പോകാനായിട്ട് തോന്നുന്നില്ല കേട്ടോ. നല്ല രസം, നമുക്കൊരു മെഡിറ്റേഷൻ പോലെയൊക്കെ നമുക്കിങ്ങനെ ഫീൽ ചെയ്യും ഈ ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ. നല്ല ഏജിലുള്ള ആൾക്കാരൊക്കെ ഇതിൽ വന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല രസമാണ് കാണാൻ. ഇവരുടെ ആ ഒരു ബോഡി ഇങ്ങനെ ഫ്ലെക്സിബിൾ ആവണമെന്നും കാര്യങ്ങളൊക്കെ. ഇവരൊക്കെ അത്യാവശ്യം ചിലവരൊക്കെ നല്ല തഴയണം. പക്ഷെ എന്നാലും അവരിങ്ങനെ ആ ഒരു മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഈ കാണുന്നത്. കുറേ നേരം ഞാനിതിങ്ങനെ നോക്കി നിന്ന് കേട്ടോ. കുറേ വരുന്ന ആൾക്കാരും പോകുന്നവരൊക്കെ ഈ സംഭവം നോക്കുന്നുണ്ട്, ഇതെന്താ സംഭവം എന്നുള്ളത് അറിയാനിട്ട്. അപ്പോൾ അങ്ങനെ എന്തായാലും ഞങ്ങൾക്ക് ലേറ്റ് ആയപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, റൂമിലേക്ക് പോകാമെന്നുള്ള പ്ലാനായി ഞങ്ങൾ തിരിച്ച് വീണ്ടും പോകാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.